ഈ സൊളൈസ് എന്ന് പറഞ്ഞ സംഘടന 2007 തൃശ്ശൂരിലാണ് ആരംഭിച്ചത്. അതിൻ്റെ 2007 ആരംഭിച്ചെങ്കിൽ അതിൻ്റെ പ്രധാന ആളെന്ന് പറയുന്നത് നിങ്ങൾ പലരും കേട്ട് കാണും, ഷീബ അമീർ എന്ന് പറയുന്ന ഒരു വനിതയാണ്. അവരുടെ ഒരു മകള് ക്യാൻസർ വന്ന് ട്രീറ്റ്മെൻറ്റുമായി മരണപ്പെട്ട് ആ ഒരു സാഹചര്യത്തിൽ വളർന്ന് ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം നൽകണം എന്നുള്ള തീരുമാനത്തോടു കൂടെ 2007 രൂപം കൊടുത്തതാണ് സൊലസ് എന്ന് പറയുന്ന സംഘടന. അതിൻ്റെ ഉദ്ദേശം തന്നെ ചെറിയ കുഞ്ഞുങ്ങൾ 18 വയസ്സിന് ഉള്ളിലുള്ള മാരകമായ അസുഖങ്ങൾ, ക്യാൻസർ പോലെയുള്ള ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്ന രോഗങ്ങളുള്ള കുട്ടികൾക്ക് ഒരു സാന്ത്വനം നൽകുക എന്നുള്ള രീതിയിൽ അവർക്ക് എല്ലാ വിധത്തിലും എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും അതേമാതിരി ഭക്ഷണം കൊടുക്കുന്ന പോഷക ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഇതിലും അവരുടെ സംരക്ഷണവും എല്ലാം ഏറ്റെടുത്ത ചികിത്സാ ആനുകൂല്യങ്ങളും മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാഷ് ഉൾപ്പെടെ കൊടുത്ത് അവരുടെ ചികിത്സ ഏറ്റെടുത്ത് കാരണം പല അമ്മമാരും കഷ്ടപ്പെടുന്നതിനെ പറ്റി അവർക്ക് നേരിട്ട് അവർ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും മറ്റ് അമ്മമാരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ടും തുടങ്ങി വെച്ച ഒരു സംരംഭമാണ് ഈ സൊലസ് എന്ന് പറയുന്ന സംഘടന. അത് തിരുവനന്തപുരത്ത് നമ്മൾ 2019 നവംബറിലാണ് ആരംഭിച്ചത്. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനൊരു പ്രത്യേകമായിട്ട് ഈ കുട്ടികളെ ഫ്രീ സ്റ്റേ കൊടുത്ത് താമസിപ്പിക്കുന്ന ഒരു സൗകര്യം ഇതുവരെ ഉണ്ടായിരുന്നില്ല. നമ്മൾ അവർക്ക് കിറ്റുകൾ കൊടുക്കലും ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ സാമ്പത്തിക സഹായമൊക്കെ ചെന്നെത്തി നമ്മുടെ വോളണ്ടിയേഴ്സ് എല്ലാം പോയി കണ്ടെത്തിയിട്ട് കൊടുക്കുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത്. അതേമാതിരി രോഗികൾക്കും ഈ കുട്ടികൾക്കും അതേമാതിരി മാതാപിതാക്കളും പലരും തകർന്നു പോകും മാനസികമായിട്ട്. അങ്ങനെയുള്ളവർക്ക് ഡോക്ടറെ കൗൺസിലിംഗ് കൊടുക്കുമായിരുന്നു. അത് കുസുമകുമാരി മേഡമാണ്. അതിന് വളരെയധികം ഡോക്ടർ കുസുമകുമാരി മേഡം നമ്മുടെ RCCയിൽ നിന്ന് പീഡിയാട്രിക് ഓങ്കോളജിയിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. മേഡം ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഒരു സർവീസായിട്ട് തന്നെ, കാരണം സാമ്പത്തിക ഇതിനല്ല, മേഡത്തിൻ്റെ ഒരു സർവീസായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഷീബ മേഡത്തിൻ്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്വച്ഛമായ അന്തരീക്ഷത്തിൽ നിന്നോ സമാധാനമായ ഒരു മനസ്സിൽ നിന്നോ അല്ല, മറിച്ച് അനേകം സങ്കടങ്ങൾ ഒരുമിച്ച് ഒഴുകിയെത്തിയ ഒരു കണ്ണുനീർ കടലിൽ നിന്നും സൊലസ് എന്ന ആശയം ഉത്ഭവിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇത്. ഇതിൽ ബാക്കി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ എത്തുന്നത്. അവർ ഈ സൊലസിൽ അവർ പേര് രജിസ്റ്റർ ചെയ്താൽ അവർക്ക് ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ പേർക്കൊന്നും കൊടുക്കാൻ ഒക്കില്ലെങ്കിലും കുറേ കുട്ടികൾക്കെങ്കിലും കഴിയുന്നത്ര, ഇപ്പം നമുക്കൊരു 10 റൂമേ ഉള്ളൂ എങ്കിലും അതിൽ നിന്ന് ആരംഭിക്കുന്നു. കുട്ടികളെ താമസിപ്പിച്ചിട്ട് അതേമാതിരി അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത്. കൂടാതെ നമ്മൾ ഗവൺമെൻറ് നമുക്ക് കുറച്ച് സ്ഥലം ചെറുവയ്ക്കൽ ഏരിയയിൽ പാസ്സാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും താമസിയാതെ അത് എല്ലാം കയ്യിൽ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു ബിൽഡിംഗ് കെട്ടി ആ ബിൽഡിങ്ങിൽ ഇവരെ കുറേ കൂടെ സൗകര്യങ്ങളോട് കൂടി കൂടുതൽ മുറികൾ ചേർത്ത് വലിയൊരു സമുച്ചയം തന്നെ ഉണ്ടാക്കി അതിൽ നമ്മൾ സൊളസിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകാനാണ് തീരുമാനം. അപ്പോൾ അങ്ങനെ ഈ സംരംഭത്തിൻ്റെ 27-ാം തീയതി നിങ്ങളെല്ലാം ഈ ഉദ്ഘാടനത്തിന് എത്തണം. നമ്മുടെ കുമാരപുരത്ത് സെൻറ്റ് ജോർജ് ലെയിൻ എന്ന് പറഞ്ഞ ഒരു റോഡുണ്ട്. കേക്ക് വേൾഡ് എന്ന് പറഞ്ഞൊരു ബേക്കറിയുടെ ഓപ്പോസിറ്റാണ്. ആ ഇതിൽ 2ാമത്തെ ബിൽഡിങ്ങാണ് ഞങ്ങളുടെ നമ്മുടെ സൊളൈസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും വേണം. അതേമാതിരി സഹകരണം മാത്രമല്ല, സഹായങ്ങളും വേണം. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളെല്ലാവരും കൂടെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആശിക്കുന്നത്. അതിന് നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ഒന്ന് ചോദിക്കാം, സംശയം വല്ലതും ഉണ്ടെങ്കിൽ. അതിൻ്റെ ഇടയ്ക്ക് മാഡത്തിൻ്റെ സർവീസ് മാഡം ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. എൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ ഞാൻ 1984 RCCയിൽ പീഡിയാട്രിക് ഓങ്കോളജി വിഭാഗത്തിൽ ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നാണ് RCC വലുതായതോടൊപ്പം RCCയിലെ പീഡിയാട്രിക് ഓങ്കോളജി ഡിവിഷനും വലുതായി. ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയമായപ്പോൾ ഒരു പീഡിയാട്രിക് ഓങ്കോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി DM സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി 2012 തന്നെ നമുക്കുണ്ടായി. ഇന്ത്യയിൽ 2 ഇൻസ്റ്റിറ്റ്യൂഷനെ DM പീഡിയാട്രിക് ഓങ്കോളജി സാങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊന്ന് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലും ഒന്ന് RCCയുമായിരുന്നു. ഇത്രയും ദീർഘകാലത്തെ ബന്ധം എനിക്ക് കുഞ്ഞുങ്ങളുമായിട്ടുണ്ട്. അവരുടെ കുട്ടികളുടെ പാരൻസിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നേരിൽ കണ്ട് അതിനോടുകൂടി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അവർക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യുക. ചികിത്സ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ എന്നും, കാരണം ഈ ചികിത്സ എല്ലാം നീണ്ടു നിൽക്കുന്നതാണ്. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന് പറയുന്ന അസുഖമാണ്. അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയയ്ക്ക് 2.5 വർഷത്തോളം ചികിത്സ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ എത്രത്തോളം ഫാമിലിക്ക് ഇത് മുഴുവൻ കൊടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ തുടങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അസുഖം ഇതാണെന്നും ചികിത്സയുടെ കാര്യവും പറയുമ്പോൾ ഒരു 50% പാരൻസും ചികിത്സ നിർത്തിപ്പോവുകയാണ് പതിവ്. അവിടെ നിന്നാണ് എങ്ങനെ നമുക്ക് ഇവരെ സഹായിക്കാം എന്നുള്ള രീതിയിൽ പല രീതിയിലും അവർക്ക് സാമൂഹികമായും സാമ്പത്തികമായും താമസിക്കാനും ഉള്ള എന്തെല്ലാം സഹായങ്ങൾ ഏതെല്ലാം ആളുകളിൽ നിന്ന് കിട്ടുമോ അതെല്ലാം നമുക്ക് സ്വരൂപിച്ച് സംഘടിച്ച് തന്നെയാണ് പീഡിയാട്രിക് ഓങ്കോളജി നമ്മൾ വളർത്തിക്കൊണ്ട് വന്നത്. അതുപോലെ തന്നെ അത് ഇനിയും കഴിയുന്ന ഏത് സംഘടനകൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു അതിനോടൊപ്പം ഏത് സംഘടനയായാലും അതിനോടുകൂടി ഞാൻ ഇപ്പോഴും സഹകരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞ പോലെ 10 കുട്ടികളെന്ന് പറയുമ്പോൾ അതൊന്നും ആവില്ല. കാരണം ഇവിടെ വടക്ക് കാസർഗോഡ് നിന്ന് തെക്ക് തിരുനെൽവേലി വരെയുള്ള കുട്ടികൾ നമ്മുടെ ഈ RCCയിൽ വന്ന് ചികിത്സ നേടുന്നുണ്ട്. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് മാത്രമേ വരുന്നുള്ളൂ അസുഖം എന്ന പേരിൽ. പക്ഷേ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുന്നു, അവരുടെ വീട്ടുകാരെ നോക്കാൻ ആരുമില്ല, മറ്റൊരു കുട്ടിയുണ്ടെങ്കിൽ അവർക്ക് എവിടെങ്കിലും അവരെ ആക്കിയിട്ട് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കാണുമ്പോൾ മാത്രമേ അത് നമുക്ക് വാക്കുകളിൽ കൂടി വിവരിച്ചാൽ ഈ പാരൻസിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരു സഹജീവികളോട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ സഹായം എല്ലാം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ നമുക്കുള്ളൂ. അതിനുവേണ്ടി ആര് മുന്നിട്ടിറങ്ങിയാലും അവരുടെ കൂടെ നിൽക്കാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ്, എനിക്ക് കഴിയുന്നത്രയും കാലം വരെ. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സൊലീസുമായിട്ട് ജോയിൻ ചെയ്ത് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ കെട്ടിടം വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ധാരാളം കുട്ടികൾക്ക് അവിടെ ഒരു താമസ സൗകര്യം, നല്ല രീതിയിൽ താമസ സൗകര്യവും ഭക്ഷണവും ചികിത്സാ രീതി അവർക്ക്. ഞാനെപ്പോഴും എല്ലാവരോടും പറയാം, അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ളവർക്ക് അത് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സ ഡോക്ടർമാർ കൊടുത്തോളും, ബാക്കി നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും നമുക്ക് സമൂഹത്തിൽ ഉള്ള സന്മനസ്സുള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവരുടെ ആഘാതം ഒരു പരിധിവരെയെങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ ഒരു വിശ്വാസത്തോടു കൂടി എല്ലാവരും ഇതിനോ സഹായഹസ്തങ്ങൾ നീട്ടുമെന്ന്, സഹകരണം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.